മാ മിൻ വറഖത്തിൻ തസ്ഖുതു ഇല്ലാ ബിമഅന അല്ലാഹു തആല ഏതൊരു ചെടിയുടെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ടോ ഇല്ലാ വയഅലമുഹാ, ആ ചെടിയുടെ ഇല വീഴുന്നത് പോലും അല്ലാഹു അറിയുന്നു. നമ്മുടെ മുറ്റത്ത് എത്ര ഇല വീണുവെന്ന് എന്നും മുറ്റം വരച്ചു പോകുന്ന ആൾക്ക് പോലും അറിയില്ല, എപ്പോ വീണെന്ന് അറിയില്ല, അല്ലാഹു അറിയുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു. എല്ലാറ്റിനും കണക്കുണ്ട്. അതാണ് വെറുതെ റാൻഡം, ടോട്ടൽ റാൻഡംനെസ് അല്ല, എല്ലാം ഇൻ വെൽ സ്ട്രക്ചർ. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. മനുഷ്യന്റെ വിഷയം തന്നെ അത്ഭുതമാണ്. ഒരാളുടെ അതേ രൂപത്തിൽ മുഖം തോന്നി വിചാരിക്കുക, ശരീരം കൊണ്ട് അയാൾ വ്യത്യാസമാണ്, വെയിറ്റ് കൊണ്ട് വ്യത്യാസമാണ്, ഹൈറ്റ് കൊണ്ട് വ്യത്യാസമാണ്, ഒന്നുമില്ലെങ്കിൽ ഭാഷ കൊണ്ട് വ്യത്യാസമാണ്, അതുമല്ലെങ്കിൽ ശബ്ദത്തിന്റെ ട്യൂണ് കൊണ്ട് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ചിരിയുടെയോ കരച്ചിലിന്റെയോ ഭാവ പ്രകടനങ്ങളിലോ വ്യത്യാസമുണ്ട്. ഇതില്ലാത്തൊരു മനുഷ്യനില്ലെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഡിസ്റ്റിങ്റ്റീവ്, നമ്മളൊക്കെ വ്യത്യസ്തരാണ്. എങ്ങനെ ഇതിന് കഴിയുന്നു? ഇതാണ് അത്ഭുതം. ഈ സൃഷ്ടിപ്പാണ് അല്ലാഹു പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിം അവർ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഖലഖല്ലാഹു അസ്സ വജല്ല ആദമ അലാ സൂറതി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു അലാ സൂറതിഹി. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അലാ സൂറതിഹി. സൂറത്ത് എന്ന് പറഞ്ഞാൽ, സൂറ എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ് വാക്കർത്ഥത്തിൽ. പക്ഷേ അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ ആ വിശേഷണങ്ങളിൽ എന്നാണോ, ആദം നബിയുടെ സൂറത്തിൽ എന്നാണോ? ഹി വല്ലാഹു ഖലഖല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല സൃഷ്ടിച്ചു ആദം അലൈഹിസ്സലാമിനെ അലാ സൂറത്തിഹി, അവന്റെ എന്നർത്ഥത്തിൽ ഹി രൂപത്തിൽ പടച്ചു. ആ ഹി ആരുടെ? അതിന്റെ പിന്നെ രൂപത്തിൽ എന്നാണോ അല്ലാഹുവിന്റെ രൂപത്തിൽ എന്നാണ്? അതിൽ ഉലമാഇന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് അദ്ദമീറു ലില്ലാഹ് അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണം, അല്ലാഹുവിന്റെ രൂപം എന്നല്ല, അല്ലാഹുവിന്റെ വിശേഷണത്തിലാണ് മനുഷ്യനെ പടച്ചതെന്ന്. അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ്? അല്ലാഹു തആലയുടെ സിഫത്താണ് ഇൽമ്, അള്ളാഹുവിന്റെ വിശേഷണമാണ് ജീവ്, അള്ളാഹുവിന്റെ വിശേഷണമാണ് കേൾവിയും കാഴ്ചശക്തിയും മറ്റൊരുപാട് കാരുണ്യം. ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഈ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യരിൽ അള്ളാഹു തആല വെച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പഠിച്ചത്. അത്ഭുതമല്ലേ? ഉലമാ മറ്റൊരർത്ഥം പറഞ്ഞത് അള്ളാഹു തആല ഫർദുൻ, ഏകനാണ്. ഇങ്ങനെ മനുഷ്യനെ അല്ലാഹു തആല പടച്ചു ഫർദുൻ ലാ ശബീഹ ല, മനുഷ്യനെ പോലോത്ത, അവനെ പോലോത്ത മറ്റൊരാളില്ലാത്ത രീതിയിൽ അല്ലാഹു പടച്ചു എന്ന് ഈ ഹദീസിന് അർത്ഥമുണ്ടെന്ന് ഉലമാ പറയാൻ. അതാ നമ്മൾ പറഞ്ഞ ആശയത്തിലേക്ക് വരുന്നത്. ഓരോരുത്തരും ഡിസ്റ്റിങ്റ്റീവ് ആണ്, വളരെ പ്രത്യേകമായിട്ടാണ് അല്ലാഹു തആല. ആരോടും യോജിക്കുന്നില്ല. എത്ര കാലുകൾ പടച്ചാലും അല്ലാഹു തആല പറഞ്ഞ ഒരു വിഷയം ഖണ്ഡിതമാണ്. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُم مِّنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا. وَلَقَدْ كَرَّمْنَا بَنِي آدَمَ, ആദം അലൈഹിസ്സലാമിന്റെ മക്കളെ തീർച്ചയായും നാം ബഹുമാനിച്ചിട്ടുണ്ട്. അത് യുക്തിവാദി അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. മനുഷ്യനാണോ മനുഷ്യൻ എന്ന ഹൈതിയത്തിൽ മനുഷ്യൻ അല്ലാഹു ബഹുമാനം കൊടുത്തു. അവൻ മൃഗമല്ലല്ലോ. നമ്മളും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു ആടിനെ അറുത്തു നോക്കുക, എന്താ ആടിന്റെ കഴുത്തിലുള്ളത്? നമുക്കുണ്ടത്. ആടിന്റെ ലിവർ നമുക്കുണ്ട്, ആടിന്റെ വയറ് നമുക്കുണ്ട്, നമുക്കും ലങ്സുകളുണ്ട്, നമുക്കും അതിന്റെ കിഡ്നി പോലത്തെ കിഡ്നി ഉണ്ട്, കൈകാലുകളുണ്ട്, ഹൃദയമുണ്ട്. ഒരു മൃഗത്തിനുള്ളതൊക്കെ നമുക്കുണ്ട്. പിന്നെ എന്തേ നമ്മളും മൃഗവും മാറിയതെന്തേ? എവിടെയാ മാറ്റം വന്നത്? നമ്മൾ മൃഗം ഒന്നാണോ? അല്ല, നമ്മളിലൊക്കെ അവർക്കുണ്ട്. മനുഷ്യനെ നാം ബഹുമാനിച്ചിട്ടുണ്ട്, ആദരവ്. അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് നമുക്ക് വേണം. നമ്മൾ മൃഗമായി പോകരുത്. അതാണ്, നമ്മൾ മൃഗമാവരുത്. അവരെ നാം വഹിച്ചു കൊണ്ടുപോയല്ലോ. ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും അവർക്ക് യാത്ര കൊടുത്തല്ലോ യഥേഷ്ടം. അടുത്ത കാലം വരെ മുൻ സമൂഹങ്ങളെല്ലാം ചെയ്ത രണ്ടേ തരത്തിലുള്ള യാത്രകളുള്ളൂ. ഒന്നുകിൽ കരയിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ.
നമ്മൾ ഇന്ന് എയറിൽ യാത്ര ചെയ്യുന്നു. സീറു ഫിൽ അർള്, ഭൂമിയിൽ. അല്ലാഹുവിന്റെ പ്രയോഗത്തിന്റെ അത്ഭുതം നോക്കണം. ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ? ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം ഉൾപ്പെടുന്ന ഭാഗത്തിനാണ് ഭൂമി എന്ന് പറയാ. വായു ഭൂമിയുടെ ഭാഗമാണ് അല്ലെ? നമ്മൾ അന്തരീക്ഷത്തിലൂടെ ഫ്ലൈറ്റിലൂടെ പറക്കുമ്പോ ഞാൻ ഭൂമി എന്നൊക്കെ സ്ഥലം വിട്ടിട്ട് ഞാൻ സ്പേസിലൂടെ വന്നു എന്നാണോ പറയുന്നത്? അല്ല, നീ അപ്പോഴും ഭൂമിയിലാണ്. ആ അർത്ഥം എവിടെന്നാ വന്നത്? ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുകയും. യാ അല്ലാഹ്, ആ ഫി എന്ന വാക്കിന് ആ പ്രിപ്പോസിഷന് പകരം അലൽ അർളി, ഭൂമിയുടെ മേൽ എന്ന് പറഞ്ഞാൽ കരയിലെ യാത്ര മാത്രമേ ഉൾപ്പെടുവായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കടലിലെ അല്ല. ഫിൽ അർള്. നോക്കണം, അല്ലാഹുവിന് അറിയൂലേ എന്തെല്ലാം ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഗോണ ഹാപ്പൻ. അല്ലാഹുവിന് അറിയാം. ഫിൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിച്ചേക്കണം. സയൻസ് എന്താണെന്ന് അറിയാത്തൊരു സമൂഹത്തോട് വായുവിലൂടെ സഞ്ചരിക്കുന്നൊക്കെ പറഞ്ഞ പടച്ചോനെ, ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറയുന്ന ആശയത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞവർ പിന്തിരിഞ്ഞു പോയേനെ. പക്ഷേ ഫീ എന്ന് പറഞ്ഞ അവർക്കെന്തെങ്കിലും ആശയം മനസ്സിലാകും, ഇന്നത്തെ ആൾക്ക് വേറെ ആശയങ്ങൾ മനസ്സിലാകും. ഇതാണ് ഖുർആന്റെ അത്ഭുതം. അന്നും അർത്ഥമുണ്ട്, ഇന്നും അർത്ഥമുണ്ട്. ഫിൽ അർള്. അല്ലാഹു മനുഷ്യന് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ അവസരം തന്നില്ലേ? വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നല്ലതാണ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്, നല്ല ഭക്ഷണം, ക്ലീൻ, ഹൈജീൻ, വൃത്തിയുള്ളത്. വഫദ്ദൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ, നമ്മൾ പടച്ച എത്രയോ സൃഷ്ടികളെക്കാളും മനുഷ്യന് നാം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അത്ഭുതം അതല്ല, മനുഷ്യന് മൃഗമാവാനുള്ള ഒരു ആഗ്രഹം മനുഷ്യന്മാർ പ്രകടിപ്പിക്കുമ്പോഴാണ് അത്ഭുതം. സ്കൂളിലും